കരൂരിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ്. ടി.വി.കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയായ മതിയഴകനാണ് പിടിയിലായത്. റാലിയുടെ സംഘാടകരിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എഫ്ഐആറിൽ ഒന്നാം പ്രതിയായി ചേർത്തിരുന്നത് മതിയഴകന്റെ പേരാണ്. സംഭവത്തിൽ ആദ്യം അറസ്റ്റിലാകുന്ന വ്യക്തിയാണ് മതിയഴകൻ. പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമുണ്ട്. സംഭവ ദിവസം രാത്രി 9 രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് വിജയ്ക്കെതിരെ പരാമർശങ്ങളുള്ളത്. നിശ്ചിത സമരപരിധി നിർണയിച്ചാണ് വിജയ്ക്ക് റോഡ് ഷോയ്ക്കുള്ള അനുമതി നൽകിയതെന്നും എന്നാൽ വിജയ് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് അനുമതിയില്ലാതെ റോഡ് ഷോ അടക്കം നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. 4 മണിക്കൂർ വൈകിയാണ് വിജയ് കരൂരിലെ യോഗ സ്ഥലത്തേക്ക് എത്തിയത് തന്നെ. ആളുകൾ അനിയന്ത്രിതമായി എത്തുകയാണ് എന്നും അതിനാൽ തന്നെ മറ്റിടങ്ങളിൽ ഇറങ്ങുകയോ സ്വീകരണം ഏറ്റുവാങ്ങുകയോ ചെയ്യരുതെന്നും ടി.വി.കെ സംസ്ഥാന ഭാരവാഹികൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് അവഗണിക്കുകയാണ് അവർ ചെയ്തതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. വിജയ് മനഃപൂർവ്വം സമയം വൈകി എത്തിയതാണെന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ജനക്കൂട്ടത്തെ ആകർഷിക്കുവാനും പാർട്ടിയുടെ ശക്തി പ്രകടനത്തിനുമായാണ് വിജയ് അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയതും പലയിടങ്ങളിലും ഇറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങിയതെന്നും എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പിലാണ് പ്രതികൾക്കെതിരെ ഇപ്പോൾ കേസ് ചുമത്തിയിട്ടുള്ളത്. ഇവരെ തേടി പോലീസ് വിവിധ ഭാഗങ്ങളിൽ പരിശോധനയും നടത്തിയിരുന്നു. കരൂരിൽ വെച്ച് തന്നെയാണ് മതിയഴകനെ അറസ്റ്റ് ചെയ്തത്. ബുസി ആനന്ദിനെയും നിർമ്മൽ കുമാറിനെയും വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരം. ഇവർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തന്നെ വിജയ് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനെ കാണാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് തമിഴക മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏത് തരത്തിൽ നീങ്ങുകയാണ് വേണ്ടത് എന്ന ഉപദേശം തേടാനാണ് എന്നതാണ് ലഭ്യമായ വിവരം. ഒരു ഭാഗത്ത് നിയമപരമായ പോരാട്ടം, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം എന്നിവയാണ് ടി.വി.കെ ഇപ്പോൾ ചെയ്യുന്നത്. കരൂരിലേക്ക് പോകാൻ വിജയ് കോടതിയുടെ അനുമതി തേടുമെന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട്. വിജയ് നിലവിലെ പ്രതിസന്ധി ഏത് രീതിയിലാണ് മറികടക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഉറ്റുനോക്കുന്നത്. നടൻ മൻസൂർ അലിഖാൻ വിജയ്ക്ക് പിന്തുണ നൽകി രംഗത്ത് വന്നിരുന്നു. വിജയുടെ വളർച്ചയിൽ പലർക്കും അമർഷമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിജയ്ക്കെതിരെ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോഴത്തെ വിവരം.